പിണറായി സർക്കാരിനെതിരെ പലപ്പോഴും രംഗത്ത് വന്നതോടുകൂടി വലിയ രീതിയിൽ ചർച്ചയായ ഒരു സ്ത്രീയാണ് ഇടുക്കി സ്വദേശിയായ മറിയക്കുട്ടി. മറിയക്കുട്ടി ഇപ്പോൾ മലയാളി വാർത്തയ്ക്കൊപ്പം ചേരുകയാണ്. നേരത്തെ പെൻഷൻ തുക വൈകിയതിനെ തുടർന്ന് ഭിക്ഷയെടുത്താണ് പിണറായി സർക്കാരിനെതിരെ സമരം നടത്തിയത്. ഇപ്പോഴിതാ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് മലയാളി വാർത്തയോട് മറിയക്കുട്ടി പങ്കുവെക്കുന്നത്. തന്നെ കൊല്ലാൻ ആളെ വിട്ടു, ജയരാജൻ അടക്കമുള്ള ആളുകളെ തന്റെ വീട്ടിലേക്ക് വിട്ട് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് മറിയക്കുട്ടി മലയാളി വാർത്തയോട് പറയുന്നത്. എന്തായാലും മറിയക്കുട്ടിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. കേസിന്റെ കാര്യം പറഞ്ഞാൽ ഒന്നാലും അള്ളി പിടിക്കാൻ ആഗ്രഹം ഉണ്ടാവുകൊണ്ട് അതേരെ അള്ളി പിടിക്കാൻ മന്ത്രിസഭയൊന്നും ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് അള്ളി പിടിക്കണത് എന്താണ് ഇപ്പോ സർക്കാരിന്റെ തന്ത്രമാണോ ഈ ഒരു പെൻഷൻ തുക എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഗൗരവന്റെ വാർത്ത വെക്കാൻ പോവോ, അത് വിളിക്കാൻ പോവോ? ശബരിമലയിലെ കളി ആദ്യം നോക്കാം, എന്നിട്ടാട്ടെ. വാർത്ത ഇറങ്ങി ഇപ്പൊ അത് തൂത്തുമാറ്റി കളയാൻ നോക്കി. അങ്ങനെ ഒത്തിരി തൂത്തുമാറ്റി കളഞ്ഞേച്ച് ശബരിമലയില ഇരിക്കുക പിണറായിട്ട്. ഇനി അടുത്ത കോള് നോക്കിക്കൊണ്ടിരിക്കുക പിണറായി. എന്ത് തോന്നുന്നു, ഈ ഇലക്ഷനിൽ ശബരിമല പ്രശ്നം കാരണം താഴെ തട്ടിലേക്ക് പോകുന്നത് തന്നെയാണോ തോന്നുന്നത്? പിണറായിക്ക് കിട്ടിയാൽ കഴിക്കുക. ഇപ്പൊ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ പെൻഷൻ കൊടുക്കാന്നാ പറയണേ. 2000 ഒക്കെ വിട്ടു, ഇപ്പൊ 2 ലക്ഷം എന്നൊക്കെയാ വാർത്ത പറയണേ. എന്ത് തോന്നുന്നു ഇവരുടെ ഈ ഒരു വാർത്തകളൊക്കെ വരുന്ന സമയത്ത് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ പുതിയ സംസാരം കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഈ ഒരു ഇത്രയും കാലം പെൻഷൻ തുക അനുവദിക്കാന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോ ഓരോ ഇലക്ഷൻ വരുമ്പോഴാണ് പല പ്രഖ്യാപനങ്ങളും നടത്തുന്നതല്ലാതെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പിണറായിയുടെ കഴിവല്ലല്ലോ. പിണറായിയുടെ ഒരുത്തന്നെ എന്റെ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നേച്ച് തിരുവനന്തപുരം വന്നോന്ന് ആവശ്യപ്പെട്ട് എന്നാ 10,000 രൂപ വെച്ച പെൻഷൻ കൊടുക്കാം, അമ്മച്ചിക്ക് ഒരു കാർ 30 ലക്ഷത്തിന്റെ കാറും ഡ്രൈവറെ വിട്ടു തരാമെന്ന് പറഞ്ഞ് ബി ജയരാജനാ വന്നത്. രണ്ടാമതും വന്നു. ഞാൻ ചെന്നെങ്കിൽ അവിടെ പെൻഷൻ കൊടുക്കുള്ളൂ 10,000 രൂപ വെച്ച്. 3 ദിവസം എന്നോട് അവിടെ തങ്ങണമെന്ന് പറഞ്ഞ, വേറെ ആരും അറിയരുത്. പാലാ വരെ എന്നോട് വണ്ടിക്ക് എല്ലാം പറഞ്ഞു, അവിടെ കാർ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വളക്കാനാണെന്ന് കേട്ടിരിക്കുന്നവർ മനസ്സിലാക്കിയെത്താൽ മതി, കേൾക്കുന്നവർ മനസ്സിലാക്കിയെത്താൽ മതി. ജയരാജൻ എന്നാ പേര്, ബി ജയരാജൻ എന്റെ വീട്ടിൽ വന്നത്. ചർച്ചയിൽ ഞാൻ കണ്ടതാ അയാളെ. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്താണ് പറഞ്ഞത് അദ്ദേഹം? അദ്ദേഹം പറഞ്ഞത് പെൻഷൻ കൊടുക്കണം, അത് 10,000 രൂപ വെച്ച് കൊടുക്കണം. അത് അമ്മച്ചിങ്ങളെ വരണം. 3 ദിവസം തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ട്, അവിടെ താമസിക്കണം. താമസിച്ചാൽ നമുക്ക് പെൻഷൻ കൊടുക്കണം. അതിന് അമ്മയ്ക്ക് അവിടെ താമസിക്കണം. അവിടെ എല്ലാവരും കാത്തിരിക്കാന്ന് അതൊന്നും പറഞ്ഞു. പിന്നെ രണ്ടാമത് വന്നേക്ക് പറഞ്ഞു, അമ്മച്ചിക്ക് 30 ലക്ഷം രൂപ കാറ് മേടിച്ചിട്ടേക്കുവാ ഞങ്ങള്. അത് ഓടിക്കാൻ ആളും പോലീസ് സ്റ്റേഷൻ അമ്മയ്ക്ക് പോകണ്ട, പോലീസുകാർ അമ്മച്ചിന്റെ അടുത്ത് വന്നോളും, അവിടെ എന്നും പോകണ്ടെന്നാണ് ഈ ജയരാജൻ എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞത്. എന്നിട്ട് അരിമതി വന്നേച്ച് ചോദിച്ചു, എന്നാക്കാ വേണ്ടെന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു കേക്ക് മേടിച്ചോണ്ടാണ് ഈ ജയരാജൻ ആ വീട്ടിൽ വന്നത്. ഈ ജയരാജൻ കേക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് തിന്നൊന്നുമില്ല, കാരണം ഞങ്ങൾ പള്ള കളഞ്ഞു. കാരണം അവനല്ല അതിൻ്റെ അകത്ത് എന്നെ ഒപ്പിച്ചോണ്ട് വന്നതെന്ന് എനിക്ക് അറിയില്ല, അവിടെ ഞങ്ങൾ തിന്നില്ല. അപ്പോ എങ്ങനെയെങ്കിലും മുതലെടുക്കാനും അതുപോലെ തന്നെ മുതലെടുക്കാനല്ല, പത്തനംതിട്ട പുത്തൂരിൽ ഇറച്ചി വന്നില്ല, അതൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കണോണ്ട് എനിക്കതെല്ലാം അറിയാറുണ്ട്. അപ്പൊ എങ്ങനെയും അമ്മേനെ ഇല്ലായ്മയാക്കാൻ നോക്കിയത്. അതെ, അല്ലെങ്കിൽ ഞാനാണോ ഇവിടെ ഭരിക്കുന്നത്, ഞാനാണോ മുഖ്യമന്ത്രി 10,000 രൂപ കൊടുക്കാൻ? ഞാനാ പാസ്സാക്കണേ, എന്നോട് വരാൻ പറയേണ്ട കാര്യമുണ്ടോ? ഞാനാണോ അവിടുത്തെ മുഖ്യമന്ത്രി? എന്തായാലും ദുരുദ്ദേശത്തോടെയാണല്ലോ ഒരു പരിപാടി ചെയ്തതല്ലേ? എന്തായാലും ഒരു ദുരുദ്ദേശത്തോടെയാണല്ലോ പരിപാടി ചെയ്തത്. എന്നാ തട്ടിക്കളയാ? അതെ, 2 പ്രാവശ്യം വന്നു. എന്നിട്ട് ഇവിടെ അയലക്കത്തൊക്കെ വന്നിട്ട് ആരും കൊടുത്തില്ല, ആരാണ്ടോ കൊടുത്തിരുന്ന നമ്പർ. ഞാൻ അടിമാലി ആശുപത്രി എത്രയും പേരൊന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആശുപത്രി ഒരു അരമണിക്കൂർ കഴിയാൻ വരാൻ പറ്റിയെന്ന്. വന്നപ്പോ ഇവിടെ സിറ്റിയിൽ വന്നപ്പോ കടയിൽ ചായ കുടിക്കാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അയൽ തന്നെ ഓട്ടോ വിളിച്ച് എന്റെ വീട്ടിൽ പോയത്. 3 പ്രാവശ്യം വന്നു. 3 രണ്ടാമത് വന്നപ്പോ വേറെ തടിയുന്നുണ്ടായിരുന്നു. ആ ഡോക്ടറാന്നാ പറഞ്ഞത്. ഡോക്ടർ എന്നാ ഡോക്ടർ എന്താന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചില്ല, എനിക്കറിയാം ഇതിന്റെ. ഇത് രണ്ടാമത് വന്ന പാലായിൽ വരെ ബസ്സിന് വരണം, ഇവിടുക്കാരോട് പറയണ്ടാന്ന്. അവരവിടെ കാർ കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സംഗതി ശരിയായില്ലോ. ആ കാറ് മേടിക്കാൻ പറയാം എന്റെ പിള്ളേർക്ക്, എന്റെ മക്കൾക്ക് തല ഉണ്ടാവില്ല എന്ന് എനിക്ക് കേട്ടപ്പോ മനസ്സിലായാണ്. അവര് തട്ടിക്കളയാ. അങ്ങനെ ചന്ദ്രശേഖരനെയൊക്കെ തട്ടിക്കളഞ്ഞില്ല, അതുപോലെ തട്ടിക്കളയാനുള്ള കളി കളിച്ചു.
അപ്പോ മറിയക്കുട്ടിയമ്മേനെ എങ്ങനെങ്കിലും തട്ടിക്കളയാനുള്ള പരിപാടിയാണ് CPM ചെയ്യുന്നതെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി നോക്കാം. വേറെ ആൾക്കാരോടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചെന്നെങ്കിൽ 10,000 രൂപ കൊടുക്കുള്ളൂ അല്ലേ? ഞാൻ 3 ദിവസം പരിപാടിക്ക് അവിടെ കൊടുക്കണം. അപ്പൊ ഞാനാ മുഖ്യമന്ത്രി എന്നല്ല എന്റെ അർത്ഥം അല്ലേ? അതെ, ഞാനാണ് അവിടുത്തെ വലിയ ആള്. അതിൽ തന്നെ പൊട്ടനും മനസ്സിലാവുമല്ലോ. മനസ്സിലാവിയല്ലേ? അത് സഖാക്കളുടെ ഭാഗത്തേക്ക് മാറ്റാനുള്ള ഒരു പരിപാടിയല്ലേ അത് ചെയ്തത് ശരിക്കും? ആ കുക്കിന് ഉപയോഗിക്കാനുള്ള പരിപാടി അവർ ചെയ്തത്. അത് മനസ്സിലായി എനിക്ക്. അത് CPM-നെതിരെ പ്രതികരിക്കുന്ന ആരെയും തള്ളിക്കളയാനും അല്ലെങ്കിൽ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനും നോക്കുന്ന ഒരു ചിട്ട തന്നെയല്ലേ ഇപ്പോഴും സംഭവിച്ചത്? ആ സംഭവിച്ചത് എനിക്ക് വരാതിരുന്നതാ. ആ പത്തനംതിട്ട 2 സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പോയി കുക്കിന് ഉപയോഗിച്ചോണ്ട് എന്നെ കൈകാര്യം ചെയ്യാനായിരുന്ന ഒരു ഉദ്ദേശം നടന്നില്ല. ഞാൻ ഈ തുക കേട്ടോണ്ട് ഓടി ചെല്ലുന്നായിരുന്നു. ഓർത്തം 30 ലക്ഷത്തിന്റെ കാറാ. 1-2 ലക്ഷത്തിന്റെ അല്ല എനിക്ക് തരാമെന്ന് പറഞ്ഞേ. 1 ലക്ഷത്തിന്റെ. ജയരാജനാണോ പറഞ്ഞത്? ആ ബി ജയരാജൻ. അയാള് ചർച്ചയിലിരുന്നപ്പോ എന്റെ പേര് എഴുതി കാട്ടി. അന്നേരം എനിക്ക് ആ പേര് കിട്ടിയത്. വി ജയരാജൻ അല്ലേ? ആ അവൻ തന്നെ. അവന്റെ പേര് എഴുതി കാട്ടിയപ്പോഴാണ് ഇവനെ പേര് എനിക്ക് മനസ്സിലായത്. അതെ അതെ. അപ്പൊ അത് സർക്കാരിന്റെ പണിയായിരുന്നു അല്ലേ? അത് പിണറായി എല്ലാവരും അറിഞ്ഞോണ്ടുള്ള കളിയല്ല. തീർച്ചയായിട്ടും. എന്നാ മടിയണ്ട. പിണറായി എത്ര കശാപ്പ് കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നു എനിക്കറിയാലോ. മറിയമ്മ ഒരു പെൻഷൻ തുകയുടെ ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ തന്നെ ഭിക്ഷയെടുത്ത് അവർക്കെതിരെ പോരാടിയ ഒരു ആളാണ് എന്ന നിലയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് ചർച്ചയാകുന്നത്. അതെ, ഈ പിണറായി മുഖ്യമന്ത്രി അങ്ങനെ പിന്നെ ചോട്ട നേതാവുമ്പോ തുടങ്ങി അടിമാരി വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചോട്ട നേതാവാകുന്ന കാലത്ത് ഞാൻ ഇന്നേരെ കണ്ടിട്ടുണ്ട് അടിമാരിയുടെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇയാൾ എത്ര നാൾ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആയത്. അപ്പൊ മുഖ്യമന്ത്രിയെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ് മറിയമ്മ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും. ശരിക്കറിയാവുന്ന ആളാ ഞാൻ. അയാളെ ശരിക്കറിയാം. എന്തുകൊണ്ടാണ് അത്രയും ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എന്തോരം ഞാൻ ചോദിക്കണം. നിങ്ങൾക്കറിയാവില്ല, 5 നഴ്സുമാര് പിള്ളേര് പഠിക്കുന്നുണ്ടിരുന്ന പിള്ളേര് 5 പേര് ആ കോളേജിൽ നഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേര് 5-6 ആൺപിള്ളേര് കൂടി പിടിച്ചു വെച്ച് ആ കൊച്ചുങ്ങളെ പീഡിപ്പിക്കുമ്പോ പിള്ളേര് കരയുമ്പോ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ വാർത്ത കണ്ടോ? CPM-ന്റെ പിള്ളേര് അവര് നല്ലോണം ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിക്കണം, ഇവരുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ഗുണമുള്ള ഈ കൊച്ചുകൾ ഇത് ചെയ്തത് അല്ലേ? അതുപോലെ സിദ്ധാർത്ഥനെ കൊന്നു പീഡിപ്പിച്ചല്ലേ വന്നത്. അതൊക്കെ നമുക്ക് രംഗത്ത് വരുത്തേണ്ട ആവശ്യമുണ്ടല്ലോ. ഒരു 14 കോടി കൊടുത്താലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുകളെ വരുത്. ഞാനെ പിള്ളേരെ വരുന്നു. ഞങ്ങളെന്ന് പറയുമ്പോ ഈ നാട്ടിലേക്ക് ഭൂമിയിലുള്ള എല്ലാ പിള്ളേരും നമുക്ക് വേണ്ടിയുള്ള പിള്ളേരാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പിണറായി സർക്കാരിന്റെ പലതരത്തിലുള്ള കൊള്ളരുതായ്മകളും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പിണറായി സർക്കാരിന്റെ പല കൊള്ളരുതായ്മകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി വിജയിക്കണം എന്ന് തന്നെയാണോ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം വേണോ? ഭരണമാറ്റം വേണം. ഏത് പാർട്ടിയും വേണ്ട, ഒരു പാർട്ടിയും വേണ്ട. നല്ല കാര്യം ചെയ്യാൻ ആരോ അവര് മതി. നല്ല കാര്യം ചെയ്യാൻ അവര് മതി. പാർട്ടി നോക്കിയല്ല കാര്യമില്ല. പാർട്ടി നോക്കിയല്ല അല്ലേ? എങ്ങനെ ഭരിക്കുന്നു എന്നാണ് വേണ്ടത്. നല്ല കാര്യമാണ് അവര്. പാർട്ടി ഇല്ല, പാർട്ടിയായിട്ട് കാര്യമില്ല. ഞാൻ കഴിയണം. നിങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കൾ വയറ് വരച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഗുണം. പറ, ഞങ്ങൾക്ക് തന്നെ ഗുണം. അല്ല എന്നെ പോലെ ഉള്ളവർക്ക് എന്നാ ഗുണം? അങ്ങനെയില്ല ചില കാര്യങ്ങള്. തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കണേ. ഇപ്പൊ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് തോന്നുന്നു? CPM-ന്റെ തന്നെ ഒരുപാട് പ്രമുഖരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPM ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവര് ഈ പാർട്ടി ഉണ്ടാക്കിയിട്ട് തുടങ്ങിയുള്ള കളവാ. അവർക്ക് ഒരു പ്രശ്നമല്ല. അവർക്ക് കക്കാൻ ഒരു നാണമില്ല. അവരുടെ തലപ്പത്തിരിക്കുന്ന ആള് കളവ് പഠിച്ചാൽ അങ്ങോട്ട് കയറിയത്. അത് കണ്ടല്ല മറ്റവരും പഠിക്കണേ. അവർക്ക് കളവിന്റെ യോജനയിലാണ് അവര് മുഖ്യ നേതാവായത്. കട്ടുകെട്ട് അല്ലേ? ചോദിക്കണേ. അവര് ഒരു വണ്ടി ഇറക്കില്ല, അതിന്റെ പേരും മറന്നുവല്ലോ. നവകേരള വണ്ടി ഒത്തിരില്ല. എന്നാ ഗുണം കിട്ടിയ കുറെ കപ്പളങ്ങാക്കുരു കൊണ്ട് വന്നു. ഇതെല്ലാം തൂളിപ്പോയി. കാരണം പച്ചക്കറിയുടെ കഴിഞ്ഞ മാറ്റാന്നും പറഞ്ഞ് കപ്പളങ്ങാക്കുരു തൂളിപ്പോയി. എങ്ങും മുളച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടില്ല. ആ വണ്ടി ഈ നാട്ടിലും ഇല്ല. തമിഴ്നാട്ടിൽ കൊണ്ട് കട്ടപ്പുറത്താന്നാ പറയണത്. ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടിയ മാവേലിക്കാർ കിട്ടിയിട്ട് എത്ര ഒരു കൊല്ലത്തോളമായ
ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അവരെ പറയാനുള്ളത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് തോന്നുന്നത്? അയ്യപ്പന്മാരെ നല്ല വിഷയം. അവിടെ കത്താൻ കയറിയപ്പോ അവര് ചെറിയ ആൾക്കാരാണ്. അവിടെയാണ് ഇവരെ മനസ്സിലാക്കേണ്ടത്. അവരെ ചെറിയ ആളല്ലെന്ന് ശബരിമല കയറിയപ്പോ തന്നെ മനസ്സിലാക്കാൻ പാടില്ല. ഈ കളവെല്ലാം കെട്ടു. അയ്യപ്പന്റെ മുമ്പിൽ കെട്ടപ്പോ അവരാരോ കടുവയുടെ മുമ്പില് അവർക്ക് കളവിന് വല്ല മുഖത്താണോ ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ മൗല് തന്നെ കട്ടി തലമ്പറിച്ച് നടക്കുക. എങ്ങനെയാണ് ഇത്? ഗോവിന്ദൻ പറഞ്ഞാക്കണ എങ്ങനെയാ ഗവർണറെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞാ ഞങ്ങളുടെ SFI പിള്ളേരെ ഇറക്കുമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അതൊക്കെ എനിക്ക് വാർത്ത കൊടുക്കാനുള്ളതാ. എന്താണ് ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? എന്താണ് MP ഗോവിന്ദൻ പറഞ്ഞത്? ആ ഗോവിന്ദൻ പറഞ്ഞിട്ട് 3-5 മാസമായി SFI പിള്ളേരെ ഇറക്കി ഗവർണറെ പീഡിപ്പിക്കുന്ന പറഞ്ഞത്. SFI പിള്ളേരെ ഇറക്കി ഗവർണറെ പീഡിപ്പിക്കുന്നു? അല്ല, ആദ്യം ഇരുന്ന ഗവർണർ മറന്നു പടുത്തപ്പോ പുറകെ കരിങ്കൊടിയും പിടിച്ചു വരുന്നപ്പോ ഒരു കടയുടെ മുമ്പിൽ കസേര ഇട്ടേച്ച ഗവർണർ ഇരുന്നില്ലേ? അത് ഞാൻ പറഞ്ഞ ഉണ്ടാക്കി പറയുന്നതാണോ? ഞാൻ ഉണ്ടാക്കി പറയണതാണോ? അല്ല, ഞാൻ നിങ്ങളെ വാർത്ത കൊടുക്കുന്നത് ഞാൻ കണ്ടേച്ചാ പറയണേ. ഞാൻ കണ്ടേച്ച് തന്നെയാ പറയണേ. അവര് പറയട്ടെ. ഈ CPM-കാര് പറയത്തൊന്നും ഇല്ലാന്ന്. ഇനിയിപ്പോ ഏത് പാർട്ടിക്കായിരിക്കും ഇത്തവണ വോട്ട് നൽകുന്നത്? ഞാനിപ്പോ നിൽക്കുന്ന വിദേശത്തിലേക്ക് പോകാറുണ്ടല്ലോ. അവരെടുത്ത് കളഞ്ഞാ കോൺഗ്രസ്സുകാർ കളഞ്ഞാറുണ്ട്. എങ്ങനെയാണ്? നല്ല കാര്യം പറയുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ. ഒരു പാർട്ടിക്ക് ഇഷ്ടമല്ല. കത്തുചീറ്റിക്ക് എല്ലാവരും വിളിക്കരാ. അതെ, കത്തുചീറ്റിക്ക് ഒരു 6 മാസക്കാരല്ല കേട്ടോ. 2 കൂട്ടരും ചേട്ടനും അനിയനുമാ. ചേട്ടനും അനിയനാ 2 കൂട്ടരും. കോൺഗ്രസ് നോമിനേഷൻ ചേട്ടനും അനിയനാ. കത്തുചീറ്റിക്ക് നോട്ടൊന്നുമല്ല. കത്തുചീറ്റിക്ക് 2 പേരും കടക്കി